ഹലോ ഗായ്സ്, അപ്പം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ സേവ് ദ ഡേറ്റിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് പോവാണ്. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്ക് ഒരു ഷൂട്ട് ഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം മേക്കപ്പ് നല്ല ലോങ് ലാസ്റ്റ് ചെയ്യണം. സോ എൻ്റെ കല്യാണത്തിന് സേവ് ദ ഡേറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ടോണർ അപ്ലൈ ചെയ്യാം. അപ്പം നമ്മളിവിടെ കാമ ആയുർവേദൻ്റെ ടോണറാണ് യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് ഫേസിലേക്ക് സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ട് ഡാബ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, സ്പ്രേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ പുതിയതായിട്ട് വാങ്ങിയൊരു മൂക്കുത്തിയാണ്. സോ നമ്മൾ ഈ ഒരു ട്രഡീഷണൽ ലുക്കിന് കുറച്ചുകൂടി മാച്ച് ആവും തോന്നി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ടോണറും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. എനിക്കിഷ്ടമാണ് ഇങ്ങനെ ടോണറൊക്കെ അത്യാവശ്യം അപ്ലൈ ചെയ്തിട്ട് ഫേസ് നല്ലോണം അബ്സോർബ് ചെയ്തിട്ട് വെക്കുന്നത്. അതുകൊണ്ട് നമ്മളിത് ഈ ഒരു ഡോട്ട് ആൻഡ് കീൻ്റെ ടോണറും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. എഗെയിൻ നന്നായിട്ട് നമ്മൾ ഡാബ് ചെയ്യുന്നുണ്ട്, ഫേസിലേക്ക് നന്നായിട്ട് അബ്സോർബ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇതിനിടയിലൊക്കെ ഞാൻ ക്യാപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട്. സോ മോയ്സ്ചറൈസറും അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോയി ഫേസ് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ ഇങ്ങനത്തെ സ്കിൻ കെയർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രെപ്പ് ചെയ്തിട്ടാണ് നമ്മൾ മേക്കപ്പ് ചെയ്യാറ്. അപ്പം നമുക്ക് ആ ഒരു ഗ്ലോയി ആയിട്ടുള്ള ഫേസ് കിട്ടും. അതുപോലെ തന്നെ മേക്കപ്പ് നല്ല രീതിക്ക് തന്നെ ബ്ലെൻഡ് ആവും. അതുപോലെ തന്നെ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒരു പാച്ചി ആയിട്ട് ഡ്രൈ ആയിട്ട് കിടക്കില്ല. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല രീതിക്ക് സ്കിൻ കെയർ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് സൺസ്ക്രീനാണ്. സൺസ്ക്രീൻ എന്ന് പറയുമ്പം അറിയാമല്ലോ, നമ്മൾ എന്തായാലും പുറത്തുനിന്ന് യൂസ് ചെയ്യണം. അതിനോടൊപ്പം ഇപ്പോഴത്തെ ചൂടും ഇപ്പോഴത്തെ വെയിലൊക്കെ വെച്ചിട്ട് നല്ല രീതിക്ക് നമ്മൾ ടാൻ ആവും. സോ ഞാൻ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓൾസോ നമ്മൾ കഴുത്തിലും നല്ല രീതിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല രീതിക്ക് തന്നെ നമ്മൾ നല്ലൊരു ക്വാണ്ടിറ്റി എപ്പോഴും ഞാൻ 3 ഫിംഗർ റൂളല്ല, ഞാൻ 2 ഫിംഗർ റൂളാണ് ചെയ്യാറ്. പക്ഷേ അത്യാവശ്യം നല്ല രീതിക്ക് ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. കാരണം ഓയിലി ഫേസ് ആയതുകൊണ്ട് എനിക്ക് അധികം സ്ക്രീൻ ഒരുപാട് അങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല രീതിക്ക് ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. 3 റൂളൊന്നും ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. സോ നമ്മൾ കയ്യിലും കൂടെ നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. എവിടേക്കാണോ നമുക്ക് ഈ എക്സ്പോഷർ വരുന്നത് ആ ഭാഗത്തൊക്കെ നല്ല രീതിക്ക് തന്നെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് അബ്സോർബ് ചെയ്യാൻ വിടുക. അങ്ങനെ നന്നായിട്ട് ബ്ലെൻഡ് ആവണം. അതായത് നല്ല രീതിക്ക് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മേക്കപ്പ് ചെയ്തിട്ട് കാര്യമുള്ളൂ. സോ നന്നായിട്ട് തന്നെ അതിനുള്ള സമയം നമ്മൾ കൊടുക്കണം ഓരോ സ്കിൻ കെയർ ചെയ്യുമ്പോഴും. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു കോസറക്സിൻ്റെ ഈ ഒരു സ്നെയിൽ മ്യൂസിനാണ്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് തന്നെ ഫേസിലേക്ക് തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്ലോ ആയിട്ടുള്ള ഫേസ് വേണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് മെയിനായിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഇതെനിക്കൊന്നും തന്നെ എല്ലാ മേക്കപ്പ് വീഡിയോസിലും ഞാൻ യൂസ് ചെയ്യുന്നൊരു സംഭവമാണ്. സോ നെക്സ്റ്റ് നമ്മളിനി അപ്ലൈ ചെയ്യുന്നത് എഗെയിൻ നമ്മൾ വേറൊരു ഗ്ലോ തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇലുമിനേറ്റിംഗ് ക്രീമാണ് ലാക്മീൻ്റെ. അപ്പോൾ ഇതും നല്ല രീതിക്ക് തന്നെ ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, നല്ലൊരു ക്വാണ്ടിറ്റി അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം നന്നായിട്ട് നമ്മൾ ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ നന്നായിട്ട് അഗൈൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓൾസോ നമ്മൾ കഴുത്തിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം നമ്മളിപ്പം ഫോട്ടോസിലൊക്കെ കുറച്ചിങ്ങനെ പോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ഗ്ലോ നമുക്കിവിടെ ഈ കോളർ ബോണ്ട് അവിടെയൊക്കെ ആയിട്ട് ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടെ നല്ലതാണ്. സോ അവിടെയും കൂടെ ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫേസ് നന്നായിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ബ്ലെൻഡിങ് തന്നെയാണ് എപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അത്യാവശ്യം കുറച്ച് അധികം മേക്കപ്പ് ചെയ്യുന്നൊരു ടൈമാണെങ്കിൽ, അതായത് കുറച്ച് കാര്യമായിട്ട് മേക്കപ്പ് ചെയ്യുന്ന ദിവസങ്ങളിൽ ഞാൻ സ്കിൻ കെയർ കഴിഞ്ഞ ഉടനെ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു സെറ്റിംഗ് സ്പ്രേ, മാക്കിൻ്റെ സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും ഫേസ്. കാരണം കുറച്ചുകൂടി ലോങ് ലാസ്റ്റ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു ട്രിക്ക്. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം കാര്യമായിട്ട് മേക്കപ്പ് ചെയ്യുന്ന ദിവസം ഇങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ ഷൂട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ കുറച്ചുകൂടി ലോങ് ലാസ്റ്റ് ചെയ്യുന്നത് വേണം. അതുകൊണ്ട് നമ്മൾ മാക്കിൻ്റെ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിതാ കൺസീലർ യൂസ് ചെയ്യുകയാണ്. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കൺസീലറാണ്. സോ ഇത് നമ്മൾ ഫസ്റ്റ് തന്നെ കണ്ണിൻ്റെ ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അത്യാവശ്യത്തിലധികം ഡാർക്ക് സർക്കിൾസ് ഉള്ളതുകൊണ്ട് നല്ല രീതിക്ക് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യണം. സോ ഞാനിത് ഐബ്രോവിൻ്റെ താഴെ ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ജസ്റ്റ് ഐബ്രോൻ്റെ താഴെ നല്ല രീതിക്ക് ജസ്റ്റ് താഴെ തന്നെ നല്ല രീതിക്ക് കൺസീൽ ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഐസിലും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് ബ്യൂട്ടി ബ്ലെൻഡറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ബ്രഷിനെക്കാട്ടും കൂടുതൽ യൂസ് ചെയ്യുക ബ്യൂട്ടി ബ്ലെൻഡറാണ്. ബ്രഷസ് യൂസ് ചെയ്യാറുണ്ട് നമ്മളിതുപോലെ ചെയ്യുമ്പോൾ, ബ്ലെൻഡ് ചെയ്യുമ്പോൾ. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ മാക്കിൻ്റെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. എഗെയിൻ ഞാൻ കുറച്ചും കൂടി നമുക്ക് കാര്യമായിട്ട് മേക്കപ്പ് ചെയ്യുന്ന ദിവസങ്ങളിൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ടിൻറ്റാണ് യൂസ് ചെയ്യുക. പിന്നെ ഒരു മൂഡിനനുസരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ മാക്കിൻ്റെ ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഡോട്ട് ആയിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത്. എഗെയിൻ നമ്മൾ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ബ്ലെൻഡ് ചെയ്യുക, അതാണ് ഇതിന് മെയിൻ പരിപാടി. സോ നമ്മൾ അതിൻ്റെ ബ്ലെൻഡിങ് പരിപാടിയൊക്കെ കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു കൺസീലർ എടുക്കണം. സോ കൺസീലർ നേരത്തെ എടുത്ത സെയിം കൺസീലറാണ് എടുക്കുന്നത്. അതെടുത്തിട്ട് നമ്മൾ മൂക്കിൻ്റെ ആ ഒരു ലൈൻ, ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓൾസോ നമ്മൾ ഫോർഹെഡിൻ്റെ അവിടെ ഒരു ഡോട്ട് കൊടുക്കുന്നുണ്ട്.
ഓൾസോ നമ്മൾ ലിപ്സിൻ്റെ ജസ്റ്റ് മേലെയും പിന്നെ അതുപോലെ തന്നെ താഴെ താടിയിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ചുകൂടി നമുക്ക് ആ ഒരു പോർഷൻ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് കിടക്കാൻ വേണ്ടിയിട്ടാണ്. സോ അങ്ങനെ നമ്മളിത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ വന്നിട്ട് എൻ്റെ സ്കിൻ ടോണിൻ്റെ സെയിമോ അല്ലെങ്കിൽ ഒരു പൊടിക്ക് ഡാർക്കറാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന കൺസീലർ വെച്ചിട്ട് എനിക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു കോമ്പാക്റ്റ് ആണ്. സോ കോമ്പാക്റ്റ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മൾ കണ്ണിൻ്റെ ചുറ്റും നല്ലോണം സെറ്റ് ചെയ്യണം. കാരണം എഗെയിൻ ഭയങ്കര ഓയിലി ഫേസ് അതുപോലെ തന്നെ ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് നന്നായിട്ട് സെറ്റ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ണിൻ്റെ ചുറ്റും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓൾസോ നമ്മൾ നോസിൻ്റെ 2 സൈഡിലും പിന്നെ ചുണ്ടിൻ്റെ ചുറ്റും അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുക. അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിയുമ്പം ഓയിലി ഫേസുകാർക്ക് എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഓയിലി ആവുമല്ലോ. അപ്പം അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ആ ഗ്ലോ പോവില്ല. നമുക്ക് ആ ഗ്ലോ പിന്നെയും വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് സെറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ നന്നായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഷൂട്ടിന് പോകുന്ന സമയത്ത് നമ്മൾ ലൂസ് പൗഡറും കൂടി എടുക്കാറുണ്ട്. ഇഗൈൻ എനിക്ക് സെറ്റ് ചെയ്യണം തോന്നി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഐ മേക്കപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ 3 ബ്രഷസ് ഉണ്ട്. ഇത് വെച്ചിട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് ഈ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഒരു ബേസ് ആയിട്ടുള്ളൊരു കളർ കൊടുക്കുകയാണ്. അപ്പം ഈ ഒരു കളർ വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ ഫേസിൽ ഒരു ബേസ് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് എന്താണോ നമ്മളെ പാലറ്റ് നമ്മളെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ചൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു ഡ്രസ്സിനനുസരിച്ചൊക്കെ എനിക്ക് വേണ്ടത് ഒരു പിങ്ക്, പീച്ച്, ബ്രൗൺ അങ്ങനത്തെ ടോണാണ്. അപ്പം നമ്മളിത് ബേസ് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലിറ്റർ ഗോൾഡ്, അതിൽ തന്നെ ആ ഒരു പാലറ്റിലുള്ളൊരു ഗോൾഡ് ഉണ്ട്. സോ അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഉള്ളിൽ നിന്ന് തൊട്ടിട്ട് പകുതി വരെ മാത്രം അപ്ലൈ ചെയ്യുകയാണ്. അങ്ങനെ നമുക്ക് ആ ഒരു ഔട്ട്ഫിറ്റുമായിട്ട് ആ ഒരു ട്രഡീഷണൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലിറ്റർ ഗോൾഡ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹാഫ് വരെ അപ്ലൈ ചെയ്യേണ്ടു. സോ അത് അപ്ലൈ ചെയ്തിട്ട് അഗെയിൻ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് സംഭവം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ വേറൊരു ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഫ്ലാറ്റ് ബ്രഷ് പോലത്തെ. ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ബ്ലാക്ക് ആൻഡ് ബ്രൗൺ ഐ ഷാഡോസ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഐലൈനർ ഇടുന്ന ഭാഗത്ത് ഇടുകയാണ്. ഇതൊരു കുറച്ചൊരു സ്മോക്കി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഐലൈനർ ഇടുന്ന ഭാഗത്തിട്ടാണെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ. ഐലൈനർ അതിൻ്റെ മേലെ ഇട്ടിട്ടാണെങ്കിലും ഐലൈനർ ഇടാതെ ആണെങ്കിലൊക്കെ രസം ഉണ്ടാവും. സോ ഞാനിത് ബേസായിട്ട് കൊടുക്കുകയാണ് ഐലൈനറിൻ്റെ ഭാഗത്തേക്ക്. അങ്ങനെ നന്നായിട്ട് അവിടെ കൊടുത്തിട്ട് എഗെയിൻ ബ്ലെൻഡ് ചെയ്യുക. സോ ബ്ലെൻഡ് ചെയ്തിട്ടാണ് വേറെ ഒരു പരിപാടിക്ക് പോവും. ബ്ലെൻഡ് ചെയ്യുക. സോ എഗെയിൻ നമ്മൾ വേറൊരു ബ്രൗൺ ഷെയ്ഡ്, ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ താഴെ ഇടുന്നുണ്ട്. കാരണം നമ്മളിതിൽ ഈ ഒരു ലുക്കിൽ ഞാൻ കാജലോ അല്ലെങ്കിൽ താഴെ ഐലൈനറോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. സോ നമ്മൾ താഴെ ജസ്റ്റ് ഐ ഷെയ്ഡ് വെച്ചിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഐലൈനർ യൂസ് ചെയ്യുകയാണ്. സോ ഐലൈനർ നമ്മൾ നല്ല രീതിക്ക് ഭയങ്കര ഓവറായിട്ടൊന്നും ഇടുന്നില്ല. കാരണം എനിക്കിതിൽ കുറച്ച് മിനിമലായിട്ടേ വേണ്ടുള്ളൂ. സോ നമ്മൾ മേലെ മാത്രം ആവശ്യത്തിന് മാത്രം വീതിയിൽ ഐലൈനർ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മസ്കാര യൂസ് ചെയ്യുകയാണ്. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള മസ്കാര. സോ ഇത് വെച്ചിട്ട് നല്ല രീതിക്ക് തന്നെ മസ്കാര ഇടുന്നുണ്ട്. താഴെയും മേലെയും നന്നായിട്ട് ഇടുന്നുണ്ട്, നല്ല കോട്ട് ഇടുന്നുണ്ട്. സോ നമ്മളിട്ടു. അതിന് ശേഷം എഗെയിൻ ഞാൻ ഐബ്രോ ചെയ്യുന്ന ഒരു രീതി എപ്പോഴും ഇങ്ങനെയാണ്. ഫസ്റ്റ് തന്നെ ഒരു പെൻസിൽ വെച്ചിട്ട് നന്നായിട്ട് സ്പേസൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക, കാര്യമായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു ബ്ലാക്ക് ഷെയ്ഡാണ്, ബട്ട് സ്റ്റിൽ അത് ആവശ്യത്തിന് ഇട്ടിട്ട് ഞാനത് അധികം ഓവറാക്കാതെ ഇടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഐബ്രോ പൗഡർ ഉണ്ട്, ഇത് വെച്ചിട്ട് ഒന്നുകൂടെ സെറ്റ് ചെയ്യും. പിന്നെ നമ്മളിവിടെ 2 ബ്ലഷ് യൂസ് ചെയ്യുന്നുണ്ട്. എഗെയിൻ ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 ബ്ലഷ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു ഫേസ് ഷോപ്പിൻ്റെ ഒരു ബ്ലഷാണ് ഫസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണെങ്കിൽ നമ്മൾ ഫേസിൽ നിന്ന് പെട്ടെന്ന് ടൈം വിട്ട് കഴിഞ്ഞാൽ വേഗം സെറ്റായി പോകും. അതുകൊണ്ട് തന്നെ ലോങ് ലാസ്റ്റ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ K-Beautyൻ്റെ ഒരു ഫൗണ്ടേഷൻ കൂടെ ബ്ലഷ് യൂസ് ചെയ്യുന്നുണ്ട്. നല്ല എമൗണ്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. സോ ചിരിച്ചുകൊണ്ട് നമ്മൾ ബ്ലഷ് അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സോ അത് 2 കവറിലും അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ ഈ ഒരു മേക്കപ്പ് ലുക്ക് ആയതുകൊണ്ട് ഞാനിതിൽ നോസിലൊന്നും ബ്ലഷ് കൊടുക്കുന്നില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ ഇവിടെ എൻ്റെ അനിയത്തി എണീച്ചിട്ടുണ്ട്. സോ ഞാൻ അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 4 മണിക്കൊക്കെ എണീച്ചിട്ടാണ് കേട്ടോ ഞാൻ മേക്കപ്പ് ചെയ്യുന്നത്. കാരണം നമുക്കൊരു 6 മണി 6:30 ആകുമ്പോൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പം റെഡി ആകുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതുകൊണ്ട് തന്നെ നേരത്തെ എണീച്ചു. വീഡിയോ എടുക്കുമ്പോൾ ടൈം എടുക്കുമല്ലോ. സോ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ എണീച്ചാണ്. അപ്പം നമ്മളിത് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാൻ പോവാണ്. എൻ്റെ കയ്യിലുള്ള ഈ ഒരു ഹൈലൈറ്ററാണ് K-Beautyൻ്റെ. സോ ഇത് നമ്മൾ നോസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കവിളിൽ, അതുപോലെ തന്നെ ഈ ഫോർഹെഡിൻ്റെ അവിടെ, താടിയിൽ, അങ്ങനെ നമ്മൾ അത്യാവശ്യം വേണ്ട സ്ഥലങ്ങളിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആ ഒരു ഗ്ലോ കണ്ടോ, നമ്മൾ ഇത്രയും സ്കിൻ കെയർ ചെയ്തതിൻ്റെ ഗ്ലോ അതിൽ കാണാനുണ്ട്. ഓൾസോ നമ്മൾ ഹൈലൈറ്ററും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കും, ഒന്നുകൂടെ സെറ്റാവും.
അപ്പോൾ നമ്മളിത് എഗെയിൻ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ലിപ്സിൻ്റെ ചെയ്യുന്നതിൻ്റെ മുന്നേ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യുകയാണ്. അതിനിടയിൽ എൻ്റെ ചുണ്ടിൽ വായിലേക്ക് പോയി, അതിൻ്റെ എക്സ്പ്രഷനാണത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നന്നായി സെറ്റ് ചെയ്തു. പിന്നെ ഇവിടെ എഗെയിൻ നമ്മളിങ്ങനെ എൻ്റെ സിസ്റ്റർ ഉണ്ട് ഇവിടെ, ഞാൻ സംസാരിച്ചുകൊണ്ട് മേക്കപ്പ് ചെയ്യാൻ നല്ല രസമല്ലേ. അപ്പം നമ്മളത് സംസാരിക്കുകയാണ്. അതിന് ഈ കുറച്ച് മുമ്പ് എണീച്ചിട്ടുള്ളത്, അതുവരെ ഞാൻ ഒറ്റയ്ക്ക് മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മൾ സെറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ് അത് എങ്ങനെയാണുള്ളത്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലോണം അത് ഉണങ്ങിക്കഴിഞ്ഞാൽ അത് ബ്ലെൻഡ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ലിപ്സിൽ ലിപ് ബാം ഇട്ടിട്ട് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഒരു റെഡ് ലിപ്പ് ലൈനറാണ് യൂസ് ചെയ്യുന്നത്. പിങ്ക് ലിപ്സാണ് ചെയ്യുന്നത്, പക്ഷെ എന്നാലും കുറച്ചൊരു ഫോട്ടോസിൽ ഒന്നും കൂടെ ഒന്ന് ആ പിങ്ക് കിട്ടണമെങ്കിൽ കുറച്ച് ഡാർക്ക് ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ റെഡ് ലിപ്പ് ലൈനർ യൂസ് ചെയ്യാണ്. നന്നായിട്ട് ലിപ്പ് ലൈൻ ചെയ്യുന്നുണ്ട്, ഓൾസോ ലിപ്പ് നന്നായിട്ട് ഫുള്ളി ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാ ഇങ്ങനെയാണ് ഇതിൻ്റെ കളറ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മതിയില്ല, നമ്മൾ പിന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് എൻ്റെ നെക്സ്റ്റ് ഒരു ഇപ്പോഴത്തെ വാങ്ങിയിട്ടുള്ളൊരു ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. മെബലിൻ്റെ വിനൈൽ ഇങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ ഷെയ്ഡ് എനിക്ക് ഓർമ്മയില്ല, ഞാൻ നോക്കട്ടെ പറയാം. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ്. നമ്മൾ റെഡ് ലിപ്പ് ലൈനറൊന്നും യൂസ് ചെയ്തില്ല, ഇത് വേറെ ലെവൽ ന്യൂഡാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു കെ ബ്യൂട്ടീൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ്, അടിപൊളി ഷെയ്ഡാണ്. സോ നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. എനിക്കെപ്പോഴും അപ്പാട് അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടും അപ്ലൈ ചെയ്യുക, ഫിംഗർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക, അങ്ങനെയാണ് എനിക്കിഷ്ടം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു നൈക്കേൻ്റെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് എഗെയിൻ അതൊന്ന് ന്യൂഡാക്കാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യാം. ഡാർക്ക് ലിപ്സ്റ്റിക്സ് ഉണ്ടെങ്കിൽ ചിലതെനിക്ക് ചില സമയത്ത് അത് ലൈറ്റാക്കാൻ തോന്നിയാൽ ഞാനിങ്ങനെ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് പൊട്ടാണ്. പൊട്ടെന്ന് പറയുന്നത് എപ്പോഴും ഞാൻ യൂസ് ചെയ്യാറില്ല, എൻ്റെ ഒരു മൂഡിനനുസരിച്ചാണ്. പിന്നെ ട്രഡീഷണലായിട്ട് ഇടുന്ന സമയത്ത് അങ്ങനെയൊക്കെ നോക്കിയൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ നമ്മളിത് ഈ ഒരു പച്ച കളർ പൊട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എൻ്റെ അടുത്ത് കുറേ കളേഴ്സുള്ള പൊട്ടുണ്ട്, നിങ്ങളിപ്പോൾ കണ്ടല്ലോ. ഓക്കെ, അപ്പം നമ്മളിതിൽ പൊട്ടിട്ടു. അപ്പം അതിൻ്റെ കുറച്ച് ഇതാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ബോഡി ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഷിമ്മർ ക്രീമാണ്. ഇത് ഏതാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഓക്കെ, ഇത് നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് അപ്ലൈ ചെയ്യണം, അതായത് നമ്മൾ കഴുത്തിൻ്റെ അവിടെ നന്നായിട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ നല്ല രസം ഉണ്ടാവും കാണാൻ ഫോട്ടോസിൽ. പിന്നെ നമ്മളിത് അവിടെ ഒരു പെർഫ്യൂം അപ്ലൈ ചെയ്യുന്നുണ്ട്, ബോഡി മിസ്റ്റാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്ത്, ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ. പിന്നെ ബോഡി ലോഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ അല്ലേ. ഓക്കെ, ഇതൊക്കെ നല്ല രീതിക്ക് കയ്യിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. 2 കയ്യിലും അപ്ലൈ ചെയ്യണം, അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താ അതിനിടെ നമ്മൾ വർത്തമാനമൊക്കെ പറയുന്നുണ്ട്. പിന്നെ കയ്യിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളപ്പം മേക്കപ്പും നമ്മളെ ബോഡി പരിപാടീസൊക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന ഹെയറിൻ്റെ പരിപാടീസാണ്. അപ്പോൾ എൻ്റെ ഹെയർ ഭയങ്കര ഓയിലായിട്ടുണ്ടായിരുന്നു ആ സമയത്ത്, ഓയിലി പോലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലോ ഡ്രയർ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ചെയ്ത് എടുക്കുകയാണ്. ആ ഒരു മോയ്സ്ചറൊക്കെ ഒന്ന് പോക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മോയ്സ്ചറല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ പറ്റിക്കിടക്കുന്ന പോലത്തെ ഒരു ഫീൽ, അത് മാറ്റാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ നന്നായിട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഹെയർ കുറച്ചും കൂടി ഒരു ഉള്ളു തോന്നിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് ക്രിംപ് ചെയ്യുന്നുണ്ട്. സോ ഇത് ക്രിംപ് ചെയ്യുകയാണ് നല്ല രീതിക്ക്. നമ്മൾ ക്രൗൺ ഏരിയയിലാണ് ക്രിംപ് ചെയ്യുന്നുള്ളൂ, ഓവറോൾ ക്രിംപ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അവിടെയാണല്ലോ നമുക്ക് കുറച്ചുകൂടി ഉള്ളു തോന്നിക്കേണ്ടത്. അപ്പോൾ അവിടെ നന്നായിട്ട് നമ്മൾ ക്രിംപ് ചെയ്തിട്ടുണ്ട്. ഇടയിൽ ഞാൻ കോംബ് ചെയ്ത് നോക്കുന്നുണ്ട്, പിന്നെ ക്രിംപ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ സെറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ അടുത്തതെന്താ, നമ്മൾ ചുമ്മാ ഷോ ഇറക്കി കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മളിനിയും സ്ട്രൈറ്റനിങ് ചെയ്യാൻ പോവുകയാണ്. കാരണം എൻ്റെ ഹെയർ നമ്മൾ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തതാണ്, അപ്പോൾ കുറച്ച് മാസമായല്ലോ, അപ്പം അതിൻ്റെതായ മാറ്റങ്ങൾ വരുന്നുണ്ട്. സോ ഞാനിത് സ്ട്രൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ഒന്നും കൂടി ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമ്മൾ സ്ട്രൈറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഫുൾ ഏരിയയിൽ മേലെ അധികം ചെയ്യാതെ ബാക്കി ഏരിയാസൊക്കെ നന്നായിട്ട് സ്ട്രൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ജസ്റ്റ് ഇത് മേലേന്ന് ഇങ്ങനെ ഹെയർ എടുത്തിട്ട്, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈൽ, സിമ്പിൾ ഹെയർ സ്റ്റൈൽ, ഞാൻ ഡെയിലി ബേസിലൊക്കെ എനിക്ക് എവിടെയും ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ ഈ ഒരു ലുക്ക് ഇതിന് ചേരുന്നു തോന്നി. സോ നമ്മൾ ഇത് ചെയ്തു. നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഹെയർ 2 സൈഡിൽ മുന്നിലിട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ഈ ഒരു ജിമിക്കി സംഭവം നമ്മൾ നോക്കുകയാണ് ഏത് വേണം എന്നുള്ളത്. അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു എന്നല്ല, ഇതിനായിട്ട് ഞാൻ വേണ്ടി വാങ്ങിയതാണ്. അപ്പോൾ അത് നമ്മൾ ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് ഇനി നമുക്ക് പരിപാടി എന്താ, ഇനി നമ്മൾ ഇനി വളയിടണം. സോ വളയിടാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വാങ്ങിയ വളയാണ്. അപ്പം അതിനിടയിൽ എൻ്റെ അനിയത്തി എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇതാ നമ്മൾ വളയിടാണ്. വള എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ, വളയൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ട്രഡീഷണൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടം വളയൊക്കെ ഇടാൻ. നമ്മൾ വളയിട്ടിട്ടുണ്ട്.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ മൂക്കുത്തി കാണിച്ചിട്ടുണ്ട്. അതിനുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഓക്കേ, ഇപ്പം സമയം 5:45 കഴിഞ്ഞിരിക്കുന്നു. 5:53 ഞാൻ 4 മണിക്ക് എണീച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും 4 മണിക്കൊന്നും എണീക്കേണ്ട ആവശ്യമില്ല, പക്ഷെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ച് നേരത്തെ എണീച്ചതാണ്. നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അടിയിൽ പാവാടയെല്ലാം ഇട്ടിട്ടുള്ള ഷോർട്ട്സാണ്. പാവാട ഇങ്ങനെ ഇടണം. പിന്നെ അവരിപ്പം വരാൻ കുറച്ചുകൂടി സമയമുണ്ട്. അതുകൊണ്ട് ഈ ഗ്യാപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ നെയിൽ പോളിഷിൻ്റെ കളർ എന്ന് വെച്ചാൽ ഒരു ബന്ധമില്ലാത്ത കളർ ടച്ചപ്പ് ചെയ്യാം. കാരണം ഫേസ് ഓയിലായിട്ട് വരുന്നുണ്ട്. എൻ്റെ ഫേസ് ഭയങ്കര ഓയിലിയാണ്. അപ്പോൾ ഓയിലായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് ടച്ചപ്പ് ചെയ്യണം. ഐബ്രോസ് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യണം. അത്രയേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ കേട്ടോ മുടി കിട്ടിയത്. ഇവിടെ ഇങ്ങനെ ഒരു ക്ലിപ്പ് ഗോൾഡ് കാണുന്നെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് കുത്തി വെച്ചു. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പുഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ടു. സാധാ സിമ്പിൾ ഹെയർ സ്റ്റൈലാണ്. കാരണം കഴിച്ചിടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു മുടി, പക്ഷേ ചൂട് കാരണം എനിക്ക് തോന്നുന്നില്ല അത് പറ്റുന്നു. വേർത്ത് കുളിക്കും. അതുകൊണ്ട് ഞാൻ വേണ്ടി ഓക്കെ. ഇനി നമുക്ക് ഇവിടെ വന്നിട്ട് എണ്ണയും മുളയും കൂടെ പിക്ക് ചെയ്യും. എന്നിട്ട് നമ്മൾ പോകും. അങ്ങനെയാണ് പരിപാടി. പിന്നെന്താ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ നിന്ന് എൻ്റെ അനിയത്തി മിസ് സനിക ഷൂട്ട് ചെയ്ത് തരും. എനിക്കിഷ്ടം ഇപ്പം വളയാണ് ഇങ്ങനെ ഇടുന്നത്. എനിക്ക് പുതിയ ജിമിക്ക കേട്ടോ. ഇതിനിടാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. എനിക്കിഷ്ടപ്പെട്ടു. എൻ്റെ ജ്വല്ലറി കളക്ഷൻ്റെ വീഡിയോ വേണമെങ്കിൽ പറയണം. പിന്നെ അത്ര ജ്വല്ലറി ഒന്നും ഇല്ല കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ ബോക്സ്, അത്രയേ ഉള്ളൂ. പിന്നെ കുട്ടി കുട്ടി ഡെയിൻഡി ജ്വല്ലറീസ് ഉണ്ട്. നമുക്കത് സെറ്റ് ചെയ്യാം. ഇവിടെ കുറച്ചധികം തിളക്കമുണ്ട്. അത് നമുക്ക് മാറ്റാം. ഇപ്പോൾ ഒന്നും കൂടെ ഒന്ന് സെറ്റ് ചെയ്യാം. ഞാൻ പൊട്ടങ്ങനെ ഇടുന്ന ഒരാളല്ല, പക്ഷേ എനിക്ക് ഇടയ്ക്ക് പൊട്ടിടണം തോന്നും. അപ്പോൾ എടുത്തിടും. ഇതിന് ഞാൻ ചേരുന്നുണ്ടെന്ന് തോന്നുന്നില്ലേ. സോ നമ്മൾ സേവ് ദ ഡേറ്റിന് ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ വ്ളോഗ് വരുന്നുണ്ട്. അത് ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ടോ, ഇടുന്നതാണോ അല്ലെങ്കിൽ ശേഷമാണോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പം എനിക്കത് ഏതായിരിക്കും ഫസ്റ്റ് വരാമെന്ന് പറയാൻ പറ്റുന്നില്ല. ബട്ട് എനിവേസ് അത് വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. സോ അതാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പോകുന്നു, ഷൂട്ട് ചെയ്യുന്നു. അത്ര തന്നെയേ ഉള്ളൂ. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ. അപ്പം നമുക്ക് ഒരുപാട് വെഡ്ഡിങ് റിലേറ്റഡ് വീഡിയോസൊക്കെ വരുന്നുണ്ട്. സോ നിങ്ങളെല്ലാവരും വീഡിയോസൊക്കെ കാണും, സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അത്രേ ഉള്ളൂ. ബൈ.